സിനിമാ മേഖലയെ ആകെ നാണം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പറഞ്ഞു ഇപ്പോൾ ഇത്. മയക്കുമരുന്നും പെണ്ണും എല്ലാം കൊണ്ട്, ലഹരി കൊണ്ട് മൊത്തത്തിൽ കുളവായി കിടക്കുകയാണ് മലയാള സിനിമ. നാണക്കേട് കൊണ്ട് കൂടെ നാണക്കേടായി മാറിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും അതിലെ പല പ്രമുഖരും പറയുന്നത് ഇതെന്താ, ഞങ്ങൾ സിനിമാക്കാർ മാത്രമേ ലഹരി ഉപയോഗിക്കത്തുള്ളൂ, ഞങ്ങൾ മാത്രമാണോ ഈ നാട്ടിൽ ലഹരി കൈകാര്യം ചെയ്യുന്നത്, ഞങ്ങൾക്കെതിരെ മാത്രം എന്തിനാ ഇങ്ങനെ മാധ്യമങ്ങൾ കണ്ണും തുറന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഷൈനിൻ്റെയും വിൻസിയുടെയും കേസിൽ ഇപ്പോൾ നമ്മളെല്ലാവരും വായ പൊളിച്ചു. കാരണം മാധ്യമങ്ങളാരും മറ്റേ ചൊറിഞ്ഞു ചെന്ന് ഒളിക്യാമറ വെച്ചല്ല വിൻസിയുടെ മൊഴിയൊന്നും എടുത്തത്. വിൻസി സ്വന്തമായിട്ട് വിൻസിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം, അത് ബേസ്ഡ് അപ്പോൺ ഈ പറയപ്പെടുന്ന മയക്കുമരുന്നിൻ്റെ പേരിലുണ്ടായ ഒരു അനുഭവമാണ് വിൻസി വളരെ വിഷണ്ണയായിട്ട് വളരെ സങ്കടത്തോടു കൂടി അവരുടെ ചാനൽ വന്ന് പങ്കുവച്ചത്. ഇതാ മാധ്യമങ്ങൾ നിർബന്ധിച്ചാണോ പൗർണമി? അല്ല, ഒരു സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണ്. സോ അതിനുശേഷം അത് വിഷയമായെന്ന് കണ്ടപ്പോൾ പിന്നീട് അത് പോലീസ് സ്വന്തം മയക്കുമരുന്നിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പോലീസിന് സ്വന്തമായിട്ട് കേസെടുക്കാം. ഈ പറയുന്ന വിൻസി കേസ് കൊടുക്കേണ്ട കാര്യമില്ല. മയക്കുമരുന്നുണ്ടോ എന്ന് അറിയാൻ ഷൈനെ പോലീസ് ഇട്ട് ഓടിക്കുന്നു. ഉടനെ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വിൻസി പറഞ്ഞു ഞാൻ ഒരിക്കലും നിയമപരമായിട്ട് നീങ്ങില്ല, ഷൈനിനെ അങ്ങ് നന്നാക്കി എടുക്കാം, ഇങ്ങനെ അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിൽ. അയാൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. പിന്നെ വിൻസി പുതിയ തിരക്കഥ അങ്ങ് രചിക്കുകയായി. അതായത് സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന സിനിമയ്ക്കുള്ളിൽ തന്നെ തീർക്കണം. അത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ ചോദിച്ചിരുന്നു. സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന സിനിമയിൽ തീർക്കാനാണെങ്കിൽ അത് എന്തിന് മാധ്യമങ്ങളോട് പറഞ്ഞു? ആരെയും അറിയിക്കരുതായിരുന്നു. നിങ്ങൾക്ക് അമ്മ AMMA നിങ്ങളുടെ ഇഷ്ടം, AMMAയോ അമ്മയോ അമ്മായി അമ്മയോ അതെന്തോ നിങ്ങളുടെ ഇഷ്ടം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, ഫിലിം ചേംബർ ഉണ്ട്, മാക്ടേ ഉണ്ട്, വെബ്, അങ്ങനെ സകല സാധനങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്കത് ചർച്ച ചെയ്യാം. IC ഉണ്ട്, ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ ആരോട് ചോദിച്ചിട്ടാണ് വിൻസി വന്നിരുന്നത് ഇവിടെ വന്ന് വിളമ്പിയത്. അപ്പോൾ മാധ്യമങ്ങൾക്ക് നിങ്ങളൊരു എന്താ പറയുക, ഒരു എല്ലിയും കഷ്ണം ഇട്ട് കൊടുക്കുമായിരുന്നു. അവസാനം മാധ്യമങ്ങളാണ് എല്ലാം വളച്ചൊടിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ വളച്ചൊടിച്ചത് ആരാ? മാധ്യമങ്ങളാണോ? വിൻസി അല്ലേ വളച്ചൊടിച്ചതെല്ലാം. ഇപ്പോൾ വിൻസിക്ക് പുറകെ വിൻസിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന ഒരാൾ വന്നിരുന്നു, മാലാപാർവതി പറഞ്ഞ കമന്റിന് മാലാപാർവതിയെ കുറേ സൈബർ ടീമുകൾ ചേർന്ന് ആക്രമിച്ചിരുന്നു. കാരണം വേറൊന്നുമല്ല, മാലാപാർവതി പറഞ്ഞ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കണം, അല്ലെങ്കിൽ അതൊരു തമാശയാക്കി എടുക്കുക. ഇപ്പോൾ ഒരാൾ വന്ന് ഇപ്പോൾ തോണ്ടി, ഇപ്പോൾ ഞാൻ പൗർണമി ഇങ്ങനെ തലോടുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് പോ ചേട്ടാ എന്ന രീതിയിൽ പറയണം എന്നാണ് മാലാപാർവതി പറഞ്ഞൊരു ധ്വനി. അതേ രീതിയിൽ തന്നെ ഇതാ ഇപ്പോൾ പുതിയൊരു ഇന്റർവ്യൂ ഇപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ടുണ്ട്. നടി പ്രിയങ്കയുടെ ഒരു ഇന്റർവ്യൂ ആണ്. അതിലവർ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്ര സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യം എന്താണ്. അതായത് മയക്കുമരുന്ന് മലയാള സിനിമയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതൊക്കെ ഒരു എന്താ പറയുന്നത്, ഗ്ലൂക്കോസ് കഴിക്കുന്നത് പോലെ ഉള്ളൂ. അതൊന്നും ഒരിക്കലും വലിയ കാര്യമൊന്നും അല്ല. മാത്രമല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മയക്കുമരുന്നുള്ളത്, അല്ലേ പൗർണമി? അപ്പോൾ അവർ ഈ പറയുന്നൊരർത്ഥം അവരിത് ഉപയോഗിക്കുന്നില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരൊരു തരത്തിലുള്ള ഇങ്ങനെയുള്ള മദ്യപാനമോ പുകവലിയോ ഒന്നും ഇല്ലെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ആണുങ്ങൾ ഉപയോഗിക്കുന്നതിൽ അത് തെറ്റില്ല എന്നവർ പറയുന്നു. അപ്പോൾ ഇതിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ശരിക്കും ഈ പറയുന്ന പ്രിയങ്ക ഇതിനു മുൻപും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഇടകളിലെല്ലാം ഒന്ന് ലൈംലൈറ്റിൽ വന്ന ആളാണ്. മറ്റൊന്നുമല്ല, അവർ ആദ്യം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ഞാനൊരു പുരുഷപക്ഷത്തുള്ള ആളാണ്, ഞാൻ പുരുഷന്മാരോടാണ് ഞാൻ ഐക്യദാർഢ്യം കൊടുക്കുന്നത്, അതായത് അവരെയാണ് പിന്തുണയ്ക്കുന്നത്. അതായത് സ്ത്രീകൾ അവരുടെ ഈക്വാലിറ്റി അവരുടെ ഒപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നീതി കൊടുക്കുന്നുണ്ട്, അല്ലെ തുല്യത വേണമെന്ന് പറയുന്നു. പക്ഷേ ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ പുരുഷന്മാരും സ്ത്രീകളും, അതായത് പുരുഷന്മാരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ നിരപരാധിയാണെന്നും, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ആരെങ്കിലും എടുക്കുന്നുണ്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവർ പറയാൻ ശരിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ മേഖല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മയക്കുമരുന്നിനോ ലഹരിക്കോ മാത്രം അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു മേഖലയല്ല. അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമാ മേഖലയും. അതിനെ താറുമാറാക്കാൻ അല്ലെങ്കിൽ താറടിക്കാൻ വേണ്ടിയാണ് വളരെ റെയർ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളെ ഇങ്ങനെ ഭയങ്കരമായിട്ടും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അതായത് റെയർ ആയിട്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ അതിനോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ എറണാകുളത്ത് വെറുതെ ഒന്ന് ഇറങ്ങി നടന്നാൽ, അത് രാത്രി കാലങ്ങളിലാണെങ്കിൽ പെൺകുട്ടികൾ പോലും ഈ പറയുന്ന മയക്കുമരുന്നും ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ നാട്ടിൽ ഇത് മൊത്തത്തിൽ തുടച്ചു നീക്കപ്പെടണം എന്ന് അവർ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അതായത് മുൻപ് അവരൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു, അതായത് മുൻപ് കുട്ടികൾ സ്കൂളിൽ നമുക്ക് അറിയാം, ഇപ്പം സ്കൂൾ കുട്ടികളെ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്ന് അവരിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, അവരുടെ മകനെ മുൻപായിരുന്നേ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ആരെങ്കിലും അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ വന്നോ, അല്ലെങ്കിൽ മകനെ ഉപയോഗിക്കാൻ വന്നോ മയക്കുമരുന്നോ ലഹരിയോ തന്ന് ഉപയോഗിക്കാൻ നീ പറഞ്ഞാൽ നീ വേണ്ടെന്ന് പറയും. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ എല്ലാ വീട്ടുകാരും പറഞ്ഞു കൊടുക്കുള്ളൂ, വേണ്ടാന്ന് പറയും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, നമ്മൾ സ്കൂളിലാണെങ്കിൽ പ്രിൻസിപ്പളിനോട്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ മാതാപിതാക്കളോട് വന്ന് പരാതി പറയും. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു വ്യാപനവും തോതും ഉപയോഗിക്കുന്ന ആളുകളും കൂടുതലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നിന്നോട് ആരെങ്കിലും വന്ന് പറഞ്ഞാലും എന്താ നീ അത് പരാതിപ്പെടരുത്. കാരണം പേടിയാണ്. പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു വൈരാഗ്യത്തിന്റെ പുറത്തായിരിക്കും ഈ പറയുന്ന ആളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ എന്താണെങ്കിലും അതിക്രൂരമായിട്ടുള്ള സംഭവങ്ങളാണല്ലോ നടക്കുന്നത്. അപ്പം ആ ഒരു പേടി ഒരമ്മ എന്ന നിലയിൽ അവർക്കുമുണ്ട്. പക്ഷേ അവർ പറയുന്നൊരു കാര്യം ശാരിക, ഈ പറയുന്ന സാധനം ഇപ്പം വലിയ രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ പേടിച്ച് മാറി നിന്നേ പറ്റുള്ളൂ. പക്ഷേ ചെയ്യുവാണെങ്കിൽ ചെയ്യേണ്ടത് സിനിമാ മേഖലയിൽ നിന്നില്ല, മറ്റൊരു മേഖലയിൽ നിന്നില്ല, മൊത്തത്തിൽ അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖലയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഇത് തുടച്ചു നീക്കാൻ സാധിക്കില്ല എന്നവർ തുറന്നു പറയുന്നുണ്ട്. ഓക്കെ, അത് ശരിയാണ് പ്രിയങ്ക പറഞ്ഞത്. ഈ പറഞ്ഞാൽ അതിനുള്ള പ്രവർത്തനങ്ങൾ പോലീസ് അഹോരാത്രം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്ന മിക്കവരും ജയിലറകളിൽ തന്നെയാണ്. പക്ഷേ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ പൗർണമി. കാരണം അവിടെ സ്വാധീനമുണ്ട്, ഒരു ഉന്നതങ്ങളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പൈസയുടെ പവറുള്ളവരാണ്. ഇപ്പോൾ വേറെ ഒരു എക്സാമ്പിളിലേക്ക് നമ്മൾ പോകേണ്ട, നമ്മുടെ കൺമുമ്പിലുള്ള ഷൈൻ ടോം ചാക്കോയെ ലഹരി കേസിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പിടിക്കപ്പെട്ടു, കൊക്കൈൻ കേസിൽ കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും. അതിനുശേഷം ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറം അയാളെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. കേസിന് തെളിവുകളുടെ അഭാവത്തിൽ. തെളിവ് എവിടെ? കൊക്കൈൻ ഉണ്ടായിരുന്നു. കൊക്കൈനെ അവർ രാസപരിശോധനയ്ക്ക് വിധേയനാക്കിയില്ല, വൈദ്യപരിശോധനയ്ക്ക് ഷൈനെ വിധേയനാക്കിയിട്ടില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന പ്രതികളൊക്കെ എവിടെ? ആരുമില്ല. അനിക്സ്പ്രേ ആയിപ്പോയി, എല്ലാം വായുവിലങ്ങ് അലിഞ്ഞുപോയി. ഇതെങ്ങനെ സംഭവിച്ചു? കോടതി ചോദിച്ച ചോദ്യമാണ്, ഇത് ഞാൻ ചോദിക്കുന്നതല്ല. ദെൻ അവിടെ ഈ പറയപ്പെടുന്ന ഈ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഒരു ലേഡിയെ ആലപ്പുഴയിൽ പിടിക്കുന്നു. അവർ ആദ്യം പറഞ്ഞ പേരുകൾ ശ്രീനാഥ് ഭാസിയുടെയും ഷൈൻ ടോമിൻ്റെയാണ്. ഇവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇതിപ്പോൾ ആ ചാറ്റ് ഹിസ്റ്ററി കാണാനില്ല, ആ ചാറ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഹൗ ഇറ്റ് ഹാപ്പൻ? ആരുടെ സ്വാധീനം കൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇത്രയും വലിയ വേറൊരു സാധാരണക്കാരനാണ് ഈ കൊക്കൈൻ കേസിൽ, അല്ലെങ്കിൽ കഞ്ചാവ് കേസ്, നിസ്സാര കഞ്ചാവ്, ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം വീട്ടിൽ വളർത്തുന്നവരെ, അല്ലെങ്കിൽ കയ്യിൽ ഒരു പൊതി കഞ്ചാവ് പിടിക്കുന്നവരെയൊക്കെ എത്ര വർഷമാണ് ഒരു ഈ പറയപ്പെടുന്ന കഞ്ചാവ് കേസിൽ പ്രതിയാക്കി വർഷങ്ങളോളം ജയിലിടുന്ന സംവിധാനമാണ് നമ്മുടെ നിയമത്തിലുള്ളത്. എന്തുകൊണ്ടത് സിനിമാ നടന്മാർക്ക് ബാധകമാകുന്നില്ല? എത്രയോ സിനിമാ നടിമാരെ പബ്ബുകളിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലെ ചില ഹോട്ടൽസിൽ നിന്നുമൊക്കെ, ക്ലൗഡ്9 എന്താണ് ഹോട്ടലിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള ഹോട്ടൽസിൽ നിന്നൊക്കെ, പബ്ബിൽ നിന്നൊക്കെ പിടിച്ചു പാർട്ടിയുടെ ഇടയിലൊക്കെ മയക്കുമരുന്ന് ഉപയോഗത്തിനൊക്കെ പിടിക്കപ്പെടുകയുണ്ടായി. അവരുടെയൊക്കെ കേസ് എന്തായി? അതിൻ്റെയൊക്കെ ഉറവിടം ആരാണ് കണ്ടെത്തിയത്? അപ്പോൾ പ്രിയങ്ക പറയുന്നതിൽ ഒരു അവ്യക്തതയുണ്ട്. കാരണം ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് അതൊരു വളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ലൈം ലൈറ്റ്, ഒരു ഫെയിം, പ്രശസ്തി, പിന്നെ എന്താ പറയുക, ഈ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സിനിമ. കഴിഞ്ഞ ദിവസം മഞ്ജു പത്രോസ് പറഞ്ഞിരുന്നു, സിനിമ എന്ന് പറയുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത്രയും സുഖം തരുന്ന ഒരു ഇൻഡസ്ട്രി ഇല്ലെന്ന്. അതായത് ഇതുപോലെ സൗകര്യങ്ങളും പൈസയും തരുന്ന മറ്റൊരു ഇൻഡസ്ട്രി ഇല്ല. ബാക്കിയെല്ലാം 9 to 5 ജോബ്, അല്ലെങ്കിൽ 24/7 ജോബുകളാണ്. അത് എന്ത് ജോബ് എടുത്തു തന്നാലും. പക്ഷെ എത്രയും ഹൈ പ്രൊഫൈൽ ജോബ് എടുത്താലും അങ്ങനെയാണ് അതിൻ്റെ രീതി. പക്ഷേ സിനിമ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അതിൽ വരുമ്പോൾ അതിനകത്ത് നമ്മൾ വീണ് പോകും. അതിൻ്റെ പളപളപ്പും മിനുമിനുക്കും ഒക്കെ കണ്ട് കുറച്ച് നമുക്ക് പടവുകളൊക്കെ കിട്ടുവാണെങ്കിൽ പറയുകയും കൂടെ. അപ്പോൾ ഇഷ്ടംപോലെ കാശാണ് അവിടെ, നമുക്ക് കൊണ്ടുതരാൻ ആൾക്കാരുണ്ട്. സോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഇത് വളരെ നിസ്സാരവൽക്കരിക്കാൻ ഒരിക്കലും പറ്റില്ല പ്രിയങ്ക. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ വരുന്നതെല്ലാം യുവാക്കളാണ്. അപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ മാത്രമാണ് ഇതിലുള്ളതെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ശ്രീനാഥ് ഭാസി മാത്രം ഉള്ളതെന്ന് വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ പുറകിൽ ഒരുപാട് കണ്ണുകളുണ്ട്. ഇവൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എഴുത്തുകാർ തൊട്ട് ഏറ്റവും താഴെ നിൽക്കുന്ന ലൈറ്റ് ബോയ് വരെ ഇത് ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഇത് നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. മറ്റ് മലയാള സിനിമയ്ക്ക് ഔട്ട് ഓഫ് മലയാള സിനിമ ഇൻഡസ്ട്രി പോലീസുകാരുടെ കൈകളിൽ സുഭദ്രമാണ്. കാരണം വെച്ചാൽ അവിടെ സ്വാധീനിക്കാൻ ആരുമില്ല. കാരണം സമൂഹത്തിന് വിപത്താണെന്ന് കരുതി അവർ തച്ചുടയ്ക്കും. പക്ഷേ സിനിമയിലാണെങ്കിലോ, സിനിമയിൽ എന്തുകൊണ്ടാണ് ഈ ഷൈൻ ടോം എങ്ങനെ നിരപരാധിയായി മാറി? ഇപ്പം എങ്ങനെ ഇപ്പോഴും ഷൈൻ ടോമിൻ്റെ കൈ കൊക്കൈനില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഷൈൻ ടോം ഗുണ്ടകളെ കണ്ടുപേടിപ്പിച്ചില്ല, ഉണ്ട കണ്ടുപേടിച്ചിട്ടാണ് ഓടിയത്. ഗുണ്ടകളെ കണ്ടുപേടിച്ചത്. ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പം നിങ്ങൾ പോലും ഇത് ന്യായീകരിച്ച് മെഴുകുകയാണ്. കാരണം അതൊരു നിസ്സാര കാര്യം. ഷൈൻ ടോം വയ്യാത്ത കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മയക്കുമരുന്ന് അടിച്ചുകളും വയ്യാത്ത അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞാൽ പോരെ. അതെ, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നല്ലൊരു നടനാണ്, ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഒരുപാട് ആളുകൾ ക്യൂവിലാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ആളുകൾ കാണാൻ ആളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പം നമ്മൾ ആരും ആ നടൻ എഗെയിൻസ്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ നടന്റെ അഭിനയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടോ ആരും ഒന്നും പറയുന്നില്ല. ഇപ്പം ഈ നടൻ ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും എപ്പോഴൊക്കെ ഈ ഒരു സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടോ, അപ്പോഴെല്ലാം ആ ഒരു പേരുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് അവരെ മാത്രം പറയുന്നത്. എന്ന് പറഞ്ഞ് അവർ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നോ, അല്ലെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതെന്നോ കോർണർ ചെയ്യുന്നതെന്നോ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന നടികളാണേലും, അല്ലെങ്കിൽ ഇവർക്കൊക്കെ അറിയാമായിരിക്കും ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം ഇവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഏത് രീതിയിലാണ് ഇവർ സെറ്റിൽ വന്നിട്ട് പെരുമാറുന്നത്.
പക്ഷേ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നയാൾ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്, ഇത്ര തവണ കണ്ടിട്ടുണ്ട്, പല തവണ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും സെറ്റിൽ ഈ രീതിയിലാണ് തുടർന്നിരുന്നത് എന്ന് പറയാൻ ഇതുവരെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു മേഖലയോടുള്ള താല്പര്യം അല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തം കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ മുൻനിർത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അവിടെ അടിച്ചമർത്തപ്പെടും, അത് പുറം ലോകത്തേക്ക് വരില്ല. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വിൻസി അലോഷ്യസ് ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാം അല്ലെങ്കിൽ ജനങ്ങളെല്ലാം അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതും. കാരണം ഒരാളെങ്കിലും തുറന്നു പറയാൻ മനസ്സ് കാണിച്ചല്ലോ സ്വന്തം മേഖലയിൽ അല്ലെങ്കിൽ സ്വന്തം സഹപ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഉണ്ടാവുന്നു, ഒരു പ്രവൃത്തി ഉണ്ടാവുന്നുണ്ടെന്ന്. പക്ഷേ അവരും അവസാനം കൊണ്ട് കലമുടച്ചു എന്ന് പറയുന്ന പോലെ ഒരു നിരാശ സമ്മാനിച്ചുകൊണ്ട് കൈ കൊടുത്ത് പിരിഞ്ഞു. പക്ഷെ അതിലൊന്നും നമുക്ക് പരാതിയില്ല. പക്ഷെ നമ്മുടെ അറ്റ് ദ എൻഡ് എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ലഹരി ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടണം. അതിപ്പം സിനിമാ മേഖലയിൽ നിന്നല്ല, എല്ലാ മേഖലകളിലും. പിന്നെ കൂടുതലായിട്ട് സിനിമാ മേഖലയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്നുമില്ല. അതെ അതെ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമാ മേഖലയിലുള്ളവർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അർഹമായ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇനിയുള്ള സിനിമാ മേഖലയിൽ വരുന്ന ആളുകൾക്ക് ഒരു ലഹരി മുക്തമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ.